വോട്ട് ചൊരിയാൻ അതിൻ്റെ കുറച്ച് കണക്കുകൾ പറയാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ബോറാണ്, കേട്ടിരിക്കാൻ ബോറായിരിക്കും. പക്ഷേ എത്ര ബോറായാലും ഇത് പറയുകയല്ലാതെ രക്ഷയില്ല. ഇത് ആര് കേൾക്കുന്നില്ലെങ്കിലും വി ഡി സതീശനും എം വി ഗോവിന്ദനും കേൾക്കണം, ബിനോയ് വിശ്വവും പി കെ കുഞ്ഞാലിക്കുട്ടിയും കേൾക്കണം എന്നാണ് ഞാൻ പറയുക. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഈ ദിവ്യ പറഞ്ഞതുപോലെ എന്താണ് കരട് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. 23 ലക്ഷം ആളുകളാണ്, വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്. അത് ASD ലിസ്റ്റ് എന്നാണ് പറയുക. എന്താണ് ആബ്സെൻസ് ഷിഫ്റ്റ് ഡിലീഷൻ. അതിനകത്ത് ആദ്യം നമ്മൾ കാണേണ്ട കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 11 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 9 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് മൊത്തം കേരളത്തിൽ 23 ലക്ഷം ആളുകളാണ് ഒഴിവാക്കപ്പെട്ടത്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് 11, 9 എത്ര 20 ഈ 20 അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ വന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. കഴക്കൂട്ടം ഏത് BJP 1-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻ്റ് എടുത്ത് കഴക്കൂട്ടത്ത് 43,395, വട്ടിയൂർക്കാവ് 54,163, നേമത്ത് 49,063, ആറ്റിങ്ങൽ 16,012, കാട്ടാക്കട 25,233, മണലൂർ 20,698, ഒല്ലൂർ 31,310, തൃശ്ശൂർ 30,417, ഇരിഞ്ഞാലക്കുട 17,576, പുതുക്കാട് 18,520, നാട്ടിക 23,595. ഇതാണ് BJP 1-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകൾ ഒഴിവാക്കപ്പെട്ട ആളുകൾ. ഇനി 2-ാം സ്ഥാനത്ത് വന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിൽ മഞ്ചേശ്വരം 17,000 ഇത് ബോറാണ്, പക്ഷേ ഞാൻ വായിക്കാതെ വിടില്ല ഞാൻ 17,160, കാസർഗോഡ് 17,080, പാലക്കാട് 32,165, ഹരിപ്പാട് 14,276, കായംകുളം 17,834, വർക്കല 15,032, തിരുവനന്തപുരം ശ്രദ്ധിക്കണം കേട്ടോ, തിരുവനന്തപുരം 58,828, കോവളം 27,525, നെയ്യാറ്റിങ്കര 26,904. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത് BJP നന്നായി പെർഫോം ചെയ്തിട്ടുള്ള അസംബ്ലി സെഗ്മെൻറ്റുകളാണ്. A ക്ലാസ്സിലാണല്ല, A ക്ലാസ്സിലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഇത്രയും അധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു? രണ്ടാമത്തെ, ഇത്ര അധികം ആളുകൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ട് BJPക്ക് എന്താണ് ഒരു ആശങ്കയില്ലാത്തത്? നമ്മളെ RC ഒന്നും പറയുന്നില്ല, സുരേന്ദ്രൻ ഒന്നും പറയുന്നില്ല. തങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയും അധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നും പറയുന്നില്ല. വി ഡി സതീശനോ ഗോവിന്ദനോ കുഞ്ഞാലിക്കുട്ടിയോ ബിനോയ് വിശ്വം ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരാരും ഇതിൻ്റെ